ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம டொவினோ தாமஸோட நரிவேட்டா மூவி தான் சீன் 1 வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா, நம்ம டொவினோ தாமஸோட வந்து பார்த்தீங்கன்னா ஏஆர்எம் மூவி வந்து ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக விசிட் பண்ணி பாருங்கள். சூப்பர் மூவி. 2 டொவினோ வந்து நடிச்சிருப்பாரு. அதுக்கு ஃபுல் மூவி நம்ம ரியாக்ட் பண்ணோம். ஃபுல் மூவி ஆமாம், ஒரு சீனாக 2 சீனாக வந்து பாக்கி இருக்குது. அதுக்கப்புறம் வந்து டொவினோவோட வந்து பார்த்தீங்கன்னா ஐடென்டி மூவி நம்ம ரியாக்ட் பண்ணியிருக்கோம். அதுவும் வந்து பார்த்தீங்கன்னா எப்படி சொல்கிறது, ஒரு த்ரில்லிங்காக வந்து போயிட்டுருக்கோம். அதையும் நம்ம ரியாக்ட் பண்ணியிருக்கோம். அது தொடர்ந்து வந்து இப்போ வந்து பார்த்தீங்கன்னா நரிவேட்டா ட்ரைலர் வரும்போதே வந்து பார்த்தீங்கன்னா அவ்வளோ வந்து பார்த்தீங்கன்னா ஒரு பூஸ் பம்பாக இருந்துச்சு. ஒரு வெறித்தனமாக வந்து எப்படி சொல்கிறது, ஒரு ஒடுக்கப்பட்ட மக்கள் வந்து பார்த்தீங்கன்னா கை வந்து ஓங்குச்சுனா அப்படிங்கிற மாதிரி வந்து அழகாக வந்து பார்த்தீங்கன்னா சொல்லியிருப்பாங்க. அந்த பார்த்தீங்கன்னா கதை தான் இருக்குன்னு சொல்லிட்டு என்னோட தாட்டு. மூவி எப்படி இருக்கு என்னன்னு சொல்லிட்டு தெரில. வீடியோக்குள்ளே போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ளே போகிறதுக்கு முன்னாடி இன்னும் நீங்கள் யாரும் நம்ம சேனலை சப்ஸ்கிரைப் பண்ணலாம். கண்டிப்பாக தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோவை லைக் பண்ணுங்கள். இப்போ வாங்க வீடியோக்குள்ளே போகலாம். അവ ഇതിനകത്തില്ല. ഇല്ലേ? ഞാൻ കണ്ടാണല്ലോ കേറുന്നു. അവനെ കണ്ണുവെട്ടത്തുനിന്ന് വിടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ സാറേ. വള്ളിയൂർക്കാവ് ഉത്സവമാണ്. ഇതിനകത്തുനിന്ന് ഇത്തിനെ പൊക്കുക എന്ന് പറഞ്ഞാൽ മട്ടേരിക്കകത്തുനിന്ന് കല്ല് പെറുക്കുന്ന പോലെ. അവന്റെ ഒരു മട്ടരി. അവർ കാട്ടുകുള റൂട്ടിലാണ് സാർ. ഇല്ല, ഓക്കെ. இதுக்கு டொவினோவை போய் தேடுறாங்கன்னு தெரியல. ഞാൻ ആദ്യമേ പറഞ്ഞതാ, തിരുനെല്ലി ഭാഗത്തായിരിക്കും അമ്പിളി. അവൻ ചെല്ലാൻ സാധ്യത. അവിടെ കാടല്ലേ, അവനെങ്ങനെ അതിനകത്ത് പിടിച്ചിരിക്കും? ഇപ്പൊ ചരിത്രം ഒന്നും അറിയില്ലല്ലേ. ഇങ്ങനെയുള്ളമാരെല്ലാം നേരെ ചെന്ന് കേറുന്നത് തിരുനെല്ലി കാട്ടില്ല. ஏய் டொவினோ, பா என்ன ஊருங்க, ஒரு லக்கி. ഈ വണ്ടിയാ വണ്ടി ഓഫ് ചെയ്യണം. വണ്ടി ഓഫ് ചെയ്യാൻ വണ്ടിയിലുള്ള എനിക്കറിയില്ല. കള്ളം പറയുന്നോടാ. വണ്ടി എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. ஓ, ஐயோ
மியூசிக் நல்லா. ஓ ஐயோ ஓ ஐயோ எல்லாரும் வந்துட்டாங்க. ஓ ஐயோ இதே மாதிரி தான் தொடர் மூவில எடுத்துட்டு போவாங்க. அதுவும் போலீஸ்காரங்க, இதுவும் போலீஸ்காரங்க. நரிவேட்டா. ஓ 2 years back. இந்த இடத்தெல்லாம் பார்க்கும்போதே ரொம்ப சந்தோஷமா இருக்கு. ஓ ஐயோ என்ன പുള്ളിക്കെതിരെ വരുത്തലല്ലോ എന്റെ അത്രയാണോ എന്നോട് പോയി പിടിക്കലൂടെ നീ പോത്താ ഈ മോർത്തിയാ ജോക്കണ്ടാക്കി ചെയ് അല്ല നിങ്ങളെ മക്കൾ ആരാണ് പോയി പിടിച്ചായി ഞാൻ അപ്പലമ്മ ഓഹോയ് എന്താണ് അവിടെ മക്കളും കൂടെ എഴുതിനെ തുടങ്ങി കൂടുതലല്ല പലപ്പോഴും കച്ചറയാച്ചു ഇന്നലെ താരെ പാത്രം കഴിച്ച പോണ എന്നെ പിന്നെ പാട്ടേക്കാച്ച അവളെ ചോദിച്ചു കാമി കേൾക്കാണു ഇന്നലെ വേളെ എന്നെ നട്ടാ ശീലമേക്കാൻ വെച്ചിലെ തിരിച്ചു തുപ്പുതായി ആ മതിയാക്കി കോമി ഈ തുപ്പത്തേനും ഉച്ചത്തേനും വമ്പ് പറഞ്ഞു കിടക്കില്ലേ ഇനി ഓടുന്ന എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കി തരൂ മൂപ്പനെ കൂട്ടി വരുവേന്നാണോ ഊതിഞ്ചൊക്കെ പുകയിച്ച് പോലത്തെ പിരയെ കെട്ടി ഇത് വൈശത്ത് കിടക്കില്ല കയറി പോമേ പിരയിലേക്ക് കാറ്റിനുമേയാൻ മഴമേഘം കോടക്കുറങ്ങാൻ മലമേട് சுராஜ் வாய்ஸ் மாதிரி இருக்கு. കാറ്റിനുമേയാൻ മഴമേഘം കോടക്കുറങ്ങാൻ മലമേട് ഈണത്തിനൂരു മുളങ്കാട് ഒരിക്കു ദേശമേറിട്ട് ആദിവാസിക്കു പകൽക്കിനക്കൊമ്പിലൊരേറുമാടം താനഭയം ഒറ്റിനും താളില്ല ആറ്റിലും നീരില്ല പൂട്ടാനെരുതില്ല പാടമില്ല ഒറ്റിനും താളില്ല ആറ്റിലും നീരില്ല പൂട്ടാനെരുതില്ല പാടമില്ല തേൻവണ്ടിനുണ്ടു പെരുങ്കൂട് മണ്ണായ മണ്ണുണ്ടുറുമ്പിൻ ഉള്ളനുമാളിയും പാമ്പിനും അളവും മത്തിനും പുള്ളിനും കൊത്തുമുണ്ട് ആനയ്ക്കു താരാജിയും കണ്ണിക്കു ചോല ഉൾക്കാടുകളുണ്ട് കടു
ആദിവാസിക്കു പകൽക്കിനക്കൊമ്പിലൊരേറുമാടം കാണാഭയം മന്ദവാസിക്കുവൻ തോട്ടങ്ങളുണ്ട് കൊട്ടാരങ്ങളുണ്ട് റോഡുണ്ട് കാറുണ്ട് രാപ്പകൽ കത്തും അടുപ്പും വിളക്കും തീറ്റയും പാട്ടും കുടിയുമുണ്ട് ആദിവാസിക്കു തെക്കിന കൊല്ലിയിൽ പോലുമില്ലിത്തിരി മണ്ണ് ചാവുമേ പോലുമില്ലാരും അടുത്തില്ല കുഞ്ഞാളെ നീങ്ങുവായോ എന്റെ കുഞ്ഞാളെ നീങ്ങുവായോ ആദിവാസിക്കു പകൽക്കിനക്കൊമ്പിലൊരേറുമാടം കാണാഭയം ആദിവാസിക്കു പകൽക്കിനക്കൊമ്പിലൊരേറുമാടം കാണാഭയം അയ്യോ എന്താണ് തിരിച്ചടിക്കുന്നത് ഇതെല്ലടായില് അടയ്ക്കോ കട്ടെടുത്ത പോരോ നോക്കണേ തോമസേ ഇതിനിപ്പോ എന്ത് വില വരും അതിപ്പോ ഒരു 6 രൂപ സാർ കഴിഞ്ഞില്ലേ പ്രശ്നം അതന്നെ വർത്താനം സാറേ 6 രൂപയാണേലും 6 ലക്ഷമാണേലും മോശം തന്നെയല്ലേ ഇതിപ്പോ കേസെടുക്കണമെങ്കിൽ എടുക്കാം സാക്ഷിമൊഴി കൃത്യസ്ഥലം മാത്രം എല്ലാം കൂടെ എഴുതി വരുമ്പോൾ 10 രൂപ ഷീറ്റ് പേപ്പർ ആവും പറഞ്ഞിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കോടതിയോ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും അതെല്ലാം കൂടെ 100 രൂപയാവും അത് താൻ തരുമോ സാറേ കഴിഞ്ഞ ആഴ്ച വീട്ടുമുറ്റത്ത് ഇട്ടിരുന്ന ഒട്ടുപാല് കളവും അതിന് മുന്നത്തെ മാസം ഇട്ടിരുന്ന റബ്ബർ ഷീറ്റ് മുഴുവനും അങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ഓരോന്നാണ് സാറേ കളവ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പിന്നെ നമ്മുടെ കണ്ണോട്ടക്കുറവുണ്ടാണല്ലോ എല്ലാ ദിവസവും ഇങ്ങനെ പറമ്പിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് പോകാൻ തുടങ്ങി നമുക്ക് 24 മണിക്കൂറും പറമ്പിൽ പോയി കസേര ഇട്ട് കുത്തിരിക്കാൻ പറ്റും എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം സിമ്പിൾ ടെസ്റ്റിന് കേസെടുക്കാം പിന്നെ നിങ്ങളൊക്കെ ആയിരിക്കും സാക്ഷികൾ അല്ല സാറേ അപ്പൊ ഈ കോടതിയൊക്കെ കയറി ഇറങ്ങേണ്ടി വരുമല്ലോ അല്ലേ പിന്നെ കോടതി കയറണ്ടേ അവിടെ ചെന്നില്ലെങ്കിൽ വാറണ്ട് പോകുന്നുണ്ട് 6 രൂപയുടെ കേസിന് വേണ്ടി 600 രൂപയ്ക്ക് കോടതി മുഴുക്കെ കയറി ഇറങ്ങണം പിന്നെ ആരെങ്കിലും തല്ലിയാക്കും സാറെന്നത്തിനാ വേണ്ടാത്ത കാര്യമൊക്കെ ചോദിക്കും പരാതിയായിട്ട് വന്ന ഞങ്ങളല്ലേ വേണ്ടാത്ത കാര്യമല്ല കേസെടുക്കണമെങ്കിൽ ഇവരെ മെഡിക്കൽ എടുക്കണം അവിടെ ചെല്ലുമ്പോൾ വല്ല ചതവുണ്ടെങ്കിൽ നീയൊക്കെ തല്ലിയതിന്റെ റിസ്ക് ഞങ്ങൾ എടുക്കത്തില്ല ഈ കേസെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേരിലും കേസ് എടുക്കും അവനെ തല്ലിയതിന്റെ 6 രൂപ കേസല്ല വകുപ്പ് വേറെയാ നീയൊക്കെ ജീവിതകാലം മൊത്തം കോടതി കയറി വേണ്ട സാറേ കേസൊന്നും വേണ്ട കേസെടുക്കാന്നേ വേണ്ട സാറേ ഇവിടെ പരാതിയില്ലെന്ന് എഴുതി വാങ്ങിച്ചിട്ട് വിട്ടാരോ അവരെ ശരി സാർ പേരും അഡ്രസ്സും വന്നു സാറേ പേരെടുക്കണം കേസെടുത്തിട്ടില്ല കൊണ്ടുപോയി ബാക്കി പറഞ്ഞു അവരിങ്ങനെ എന്തെങ്കിലും ചെയ്തു ഞങ്ങൾ വല്ലതും ചെയ്താൽ അവരിങ്ങനെ പയറുപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താല് ബാക്കി നോക്കാൻ ഞാൻ പറയാം നിങ്ങൾ പേടിപ്പിക്കില്ലേ சூப்பராக இருந்துச்சு. பேக்ரவுண்ட் மியூசிக் வந்து செம்மையாக வந்து போட்டிருக்காங்க. அந்த ஒரு ஹம்மிங் மாதிரி இருந்துச்சு, சூப்பராக இருந்துச்சு அது. ஃபஸ்ட்டு சீன்ல வந்து நம்ம சேட்டன் தொழில்நுட்ப தமஸ் வந்து போலீஸ்காரங்க வந்து எதுக்கு தேடுறாங்கன்னு சொல்லிட்டு தெரியல. ட்ரைலரில் நம்ம பார்க்கும்போது அவரும் வந்து போலீஸாக தான் இருந்தார். ஆனால் வந்து இவங்க ரொம்ப எல்லா போலீஸும் வந்து தேடி அவர் வந்து அடித்து விலங்கெல்லாம் போட்டு வந்து இழுத்துட்டு போயிட்டாங்க. அதுக்கப்புறம் வந்து 2 இயர்ஸ் பேக்கில் வந்து அந்த காமிக்கும் போது எப்படி சொல்லுவாங்க, அந்த ஒரு தாழ்த்தப்பட்ட மக்கள் அப்படிங்கிற மாதிரி வந்து காமிச்சாங்க. அதில் அந்த ஒரு டைட்டில் வந்து போடும்போது சாங்ஸ் வந்து ஐ திங்க் வந்து சுராஜ் சாரோட வாய்ஸ் மாதிரி தான் இருக்குது. அவர் தான் பண்ணார் என்னன்னு சொல்லி தெரியல. நான் வந்து ஒரு கெஸ்ஸிங்கில் தான் வந்து சொன்னேன்.
இருந்துச்சுன்னா கீழே வந்து கமெண்ட் பாக்ஸில் கமெண்ட் பண்ணுங்கள். நல்லா இருந்துச்சு. அவர் எதுக்கு என்ன பண்ணாங்கன்னு சொல்லிட்டு தெரியல. அதில் அதான் சொல்கிறேன், எப்படி சொல்கிறாங்க, ஒரு மேல் ஜாதி கீழ் ஜாதி அப்படிங்கிற மாதிரி தான் நான் நினச்சேன். அதே மாதிரி வந்து அவர் 2 பழம் வந்து அது வந்து கீழே தான் வந்து எடுத்துகிட்டு போனார். அது திருடிட்டான்னு சொல்லிட்டு அவர் கம்ப்ளைண்ட் பண்ணி அந்த போலீஸை வந்து பார்த்தீங்கன்னா நல்ல போலீஸாக வந்து இருக்காரு. ஏடா 60 ரூபா பழத்துக்கு வந்து 600 வந்து ஃபைனை கட்ட வைக்கிறியா அப்படிங்கிற மாதிரி வந்து சொல்கிறாங்க. சூப்பராக இருந்துச்சு. ஓகே, இந்த வீடியோ இந்த கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக தயவுசெய்து சப்ஸ்கிரைப் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்கள். இது போல் நல்ல வீடியோ நெக்ஸ்ட் சந்திப்போம். பாய்.